നമസ്കാരം. ചുരിക ഓൺലൈൻ മീഡിയയിലേക്ക് സ്വാഗതം. പയ്യോളി ഇനി മുതൽ സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭ. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പ്രഖ്യാപനം നടത്തി. മുനിസിപ്പാലിറ്റി മാലിന്യമുക്താക്കുന്ന ഡിക്ലറേഷൻ കോഴിക്കോട് ജില്ലയിലെ ഒരു വലിയ അച്ചീവ്മെൻറ്റാണ്. ഞാൻ ആദ്യമായിട്ട് പയ്യോളി മുനിസിപ്പാലിറ്റിയിലെ എല്ലാവർക്കും ജനങ്ങളും പിന്നെ ഉദ്യോഗസ്ഥരും പിന്നെ എല്ലാ ജനതയും എല്ലാവർക്കും ഒരു നന്ദി ഞാൻ പറയാം. സ്റ്റേറ്റിൻ്റെ സൈഡിൻ്റെ ഗവൺമെൻറ് സൈഡിൻ്റെ കാരണം ഈ നവകേരള ക്യാമ്പയിൻ മാലിന്യമുക്ത നവകേരള ക്യാമ്പയിനുകൾ എല്ലാവർക്കും അറിയാം. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അഗ്രസീവായിട്ടൊരു ക്യാമ്പയിൻ ഉണ്ട് എല്ലാ ലോക്കൽ ബോഡി, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഗ്രാമപഞ്ചായത്തും എല്ലാ സ്ഥലത്തും. പിന്നെ ഇപ്പോൾ കുറേ മാസമായിട്ട് നമുക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമുക്കത് കാണാൻ പറ്റും. ഇത് ഹരിതകർമ്മസേനയാണ് അല്ലെങ്കിൽ ഒരു തുമ്പുമൊഴി അല്ലെങ്കിൽ ഒരു NCF, RF അതിൻ്റെ കളക്ഷൻ, ഡോർ ടു ഡോർ കളക്ഷൻ എത്രയാണ്, എത്ര ഫീസ് അവർ കളക്ഷൻ ഉണ്ട്, എല്ലാ കോമ്പണൻസ് നിങ്ങൾക്ക് അറിയാൻ ബെറ്ററായി. ഞാൻ ഇത് നോക്കുമ്പോൾ കോഴിക്കോട് ജില്ലയിലെ ചില പഞ്ചായത്ത് ചില മുനിസിപ്പാലിറ്റിയിലെ പെർഫോമൻസ് അത്ര ഒരു 100% പോയിട്ടില്ല. പക്ഷേ പയ്യോളിയിലെ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം ഇത് എൻ്റെ ജില്ലയിലെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ നോക്കുന്നുണ്ട്. ഞാനൊരു സ്റ്റേറ്റ് ലെവലിൽ പറയുന്നത് ഒരു വലിയ മുനിസിപ്പാലിറ്റി ഇത് എല്ലാ പ്രശ്നം സോൾവ് ആക്കിയിട്ടുണ്ട്. മാലിന്യമുക്ത ആക്ച്വലി ആയി. പിന്നെ ഇപ്പോൾ എനിക്കും അറിയാം പയ്യോളി ആൾക്ക് കുറച്ചൊരു ഹൈവേയിലെ പേടിയുണ്ട്. ഇപ്പോൾ അത് നമുക്ക് ചില 2-3 മാസം സോൾവ് ആവും. പിന്നെ ഇത് ഹരിതകർമ്മസേനയുടെ ഞാൻ സ്പെഷ്യലായിട്ട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സപ്പോർട്ടും വളരെ പ്രധാനപ്പെട്ടാണ് ഈ എല്ലാ കാര്യങ്ങളിലായിട്ട്. ഇത് ഒരു കോഴിക്കോട് ജില്ലയിൽ മാത്രമല്ല കേരള രാജ്യത്തിലെ ഇന്ത്യ സ്പെസിഫിക് നോക്കിയിട്ട് ഈ സ്റ്റൈൽ ഓഫ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒരു യുണീക്ക് ഗ്രൂപ്പാണ്. കാരണം ബാക്കി ജില്ലയിൽ ബാക്കി രാജ്യങ്ങളിൽ എങ്ങനെയാണ് എല്ലാ വേസ്റ്റും ഒരുമിച്ച് കളക്ട് ചെയ്തിട്ട് ഒരു വലിയ ഒരു ലാൻഡ് ഫിൽ സൈറ്റിൽ ഒരു ഡംപ് ചെയ്യുന്നത്. പക്ഷെ കേരളയിൽ എങ്ങനെയില്ല. കേരളയിലെ സിസ്റ്റം നമ്മൾ വളരെ ഒരു ശാസ്ത്രമായിട്ട് ഒരു സെഗ്രിഗേഷൻ വെച്ചിട്ട് ബയോ വേസ്റ്റ് കളക്ഷൻ അല്ല, നോൺ ബയോ വേസ്റ്റ് കളക്ഷൻ ആവാം. ബയോ വേസ്റ്റ് ആണെങ്കിൽ അത് തൊമ്പുവഴിയിലേക്ക് പോകണം. ഒരു പ്രോപ്പർ സിസ്റ്റം ഡോർ ടു ഡോർ കളക്ഷനിൽ വീടിൻ്റെ ലെവലിലെ കളക്ഷൻ സിസ്റ്റം ഉണ്ട്. അതൊരു ന്യൂ അപ്രോച്ചാണ്. കാരണം അത് ജനകീയമായിട്ടൊരു മൂവ്മെൻ്റ് ആണ്. അത് ഇപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്കൊരു പ്രതിജ്ഞ നമുക്ക് ചെയ്തത്. പ്രതിജ്ഞയുടെ ഇമ്പാക്ട് നമുക്ക് എന്താ പറയും, ഇത് നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ കുടുംബങ്ങളിലെ ബാക്കി നിങ്ങൾ കുട്ടിയും എല്ലാവർക്കും ഈ മെസ്സേജ് പോകും. എന്താണ് മെസ്സേജ്? നമുക്ക് മാലിന്യമുക്തമായിട്ട് നിങ്ങൾക്ക് ഒരു എഫേർട്ടും നിങ്ങൾക്ക് ഒരു ശ്രദ്ധ വേണം. അത് എഫേർട്ട് നമുക്ക് കിട്ടുമ്പോൾ പയ്യോളി മാത്രമല്ല, കോഴിക്കോട് മാത്രമല്ല, മൊത്തം കേരള ഒരു മാലിന്യമുക്തമാക്കാൻ പറ്റും. ഈ നമ്മുടെ സ്റ്റേറ്റിലെ ഒരു വലിയൊരു അച്ചീവ്മെൻറ്റാണ്. നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല. കാരണം ഓൾ ഇന്ത്യ ലെവലിൽ നിങ്ങൾക്ക് അറിയില്ല. എനിക്ക് അറിയാൻ മറ്റ് രാജ്യങ്ങളിൽ ഈ പ്രശ്നം കുറച്ച് വേറെ സ്റ്റൈലിലെ സൊല്യൂഷനിലേക്ക് പോകുന്നുണ്ട്. കോഴിക്കോടും കേരളം ഇതിൻ്റെ ഒരുപാട് പോസിറ്റീവ് മൂവ്മെൻറ്റ് ഇപ്പോൾ ചെയ്തിട്ട് ഇപ്പോൾ സക്സസ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. ആൻഡ് ഒരുപാട് പ്രശ്നം പയ്യോളി ചെയർപേഴ്സണിനെ അറിയാം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണിനെ അറിയാം. ചില പ്രശ്നം എല്ലാ സ്ഥലത്തും വരും. അവിടെ ഒരു കളക്ഷൻ ശരിയല്ല, അല്ലെങ്കിൽ NCFൻ്റെ അവിടെ സ്പേസും ഇല്ല. ഈ ക്ലീൻ കേരള കമ്പനിയാണ് അവർ വേസ്റ്റ് എടുക്കാനില്ല, ഒഴിവാക്കിയിട്ടില്ല. ഒരുപാട് പ്രശ്നം വരും. അത് നമുക്ക് ഒരു കണ്ടിന്യൂസ് ഒരു എഫേർട്ട് വേണം. ഇതിനു വേണ്ടി ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത് അവർക്ക് നന്ദിയാണ്. ഇത് എഫേർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അത് ഇപ്പോൾ കംപ്ലീറ്റ് ആവുന്നതിന് ശേഷം ഈ എഫേർട്ട് കുറച്ചൊരു കണ്ടിന്യൂസ് ആയി കിട്ടുമ്പോൾ ഈ 100% അച്ചീവ്മെൻറ്റിലെ സക്സസ് നമുക്ക് കാണിക്കാം. ഇപ്പോൾ പയ്യോളിയിൽ സർക്കാരിലെ പ്രോപ്പർട്ടിയിലുണ്ട്. ഒരുപാട് ടൂറിസ്റ്റ് വരുന്നുണ്ട് ഈ സ്ഥലത്തിൽ, പയ്യോളി മുനിസിപ്പാലിറ്റിയിൽ. അതിൽ ഒരുപാട് പ്രഷർ വരും ഈ മുനിസിപ്പാലിറ്റിയിൽ ഈ ജനങ്ങൾക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ഉണ്ടെങ്കിൽ ഐ എം 100% ഷുവർ ഇത് സൊല്യൂഷൻ നമുക്ക് കുറച്ചൊരു ഗ്രാൻഡായിട്ട് വരും. ആൻഡ് കോഴിക്കോട് ജില്ലയിലെ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് ഞാൻ നോക്കുന്നുണ്ട്. എല്ലാവർക്കും നന്ദി. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ഇത് കണ്ടിന്യൂ ചെയ്യണം, സോ ദാറ്റ് വി ആർ ഏബിൾ ടു അച്ചീവ് 100% മാലിന്യമുക്ത കേരളം. താങ്ക് യു. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനം മുതൽ നഗരസഭയെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയായിരുന്നു. നഗരസഭാ ചെയർമാൻ VK അബ്ദുറഹിമാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഓഗസ്റ്റ് 2 ഗാന്ധി ജയന്തി ദിനത്തിൽ തുടങ്ങി മാർച്ച് 30 വരെ നീളുന്ന ഒരു കാലയളവിൽ ചെയ്യേണ്ട ഗവൺമെന്റ് അനുശാസിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും പയ്യോളി നഗരസഭ പൂർത്തീകരിച്ചു എന്നുള്ള സത്യം കൂടി നിങ്ങളെ അറിയിക്കുകയാണ്.
ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഭാവിയിൽ ഈ പൂർത്തീകരണത്തിന് എല്ലാ പിന്തുണയും അത് തുടർന്നു കൊണ്ടുപോകാനുള്ള സാഹചര്യം സൃഷ്ടിക്കലും നമ്മുടെ ബാധ്യതയാണ് എന്നുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നിവിടെ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ ഇപ്പൊ വാതിൽപ്പടി ശേഖരണ സംബന്ധമായി പറയുകയാണെങ്കിൽ 100% എത്തിയിരിക്കുന്ന പയ്യോളി മുനിസിപ്പാലിറ്റി അത് ഇന്ന് വരെ നമുക്ക് നിലത്തി 6 മാസത്തോളം നമുക്കത് നിലത്തി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഭാവിയിൽ അത് ഇതേപടി തന്നെ തുറന്നു കൊണ്ടുപോകാനുള്ള ഒരു മനസ്സ്, ഒരു മനോഭാവം നമുക്കുണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ എം ഗൗതമിനെ ചടങ്ങിൽ ആദരിച്ചു. മാർച്ച് 30 നമ്മുടെ ജില്ലയെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കി പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. അറിയാവുന്നതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏപ്രിൽ 9 തൊട്ട് 13 വരെ നടക്കുന്ന സംസ്ഥാന തലത്തിൽ നടക്കുന്ന പ്രതി കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നമ്മുടെ സംസ്ഥാന തല പ്രഖ്യാപനം നടത്തുന്നുണ്ടാവും. അതുപോലെ ഇന്ന് ഇവിടെ പയ്യോളി നഗരസഭയെ മാലിന്യമുക്തമാക്കി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് ഇവിടേക്ക് ക്ഷണിച്ച പയ്യോളി നഗരസഭയ്ക്ക് സ്നേഹാദരം കൊടുക്കുന്നതായിട്ട് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ സർപ്രൈസ് കൂടെ ഉണ്ട്. ഒരുപാട് സന്തോഷവും ഒരുപാട് നന്ദി ഈ രീതിയിൽ പയ്യോളി നഗരസഭയ്ക്ക് നാട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷ അറിയിക്കുകയാണ്. നഗരസഭ സെക്രട്ടറി വിജില എം റിപ്പോർട്ട് അവതരിപ്പിച്ചു. 2 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധ പരിപാടികളുടെ സംക്ഷിപ്ത രൂപമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. പയ്യോളി നഗരസഭ 23.34 സ്ക്വയർ ഫീറ്റിൽ 49,470 ജനസംഖ്യ 2018 സെൻസസ് പ്രകാരം പഞ്ചായത്തിൽ നിന്നും 9 വർഷമായി നഗരസഭയായി മാറിയിട്ടുള്ള പയ്യോളി നഗരസഭയിലെ നമ്മുടെ ആകെ വീടുകൾ 12,800, നമ്മുടെ ആകെ ഷോപ്പുകൾ 1,400. ഈ വീടുകളിലേക്ക് മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നത്. 2014-15 മുതൽ നമ്മൾ അതിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ നൽകിയത് പൈപ്പ് കമ്പോസ്റ്റ് ആയിരുന്നു 750 പേർക്ക്. പിന്നീട് 2019-20 എല്ലാ വീടുകളിലും എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തം എന്നുള്ള ക്യാപ്ഷനോടുകൂടി എല്ലാ വീടുകളിലും ഉറവിട ജൈവമാലിന്യ സംസ്കരണം വേണം എന്നുള്ളൊരു സംവിധാനം നമുക്ക് വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതുവരെ വിതരണം ചെയ്തിട്ടുള്ളത് 500 ബയോഗ്യാസ് പ്ലാന്റുകളാണ്. 3100 ബയോ ബിന്നുകൾ നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട്. 348 ജി ബിന്നുകൾ നമ്മൾ വിതരണം ചെയ്തു. റിംഗ് കമ്പോസ്റ്റുകൾ 4 വർഷമായിട്ട് നമ്മൾ ആകെ വിതരണം ചെയ്തിട്ടുള്ളത് 3500 റിംഗ് കമ്പോസ്റ്റുകൾ നമ്മൾ വിതരണം ചെയ്തു. ഈ വർഷത്തേത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും കൂടാതെ നമ്മുടെ എല്ലാ സ്കൂളുകളിലേക്കും നമ്മുടെ 43 അംഗൻവാടികൾ, 67 മറ്റ് സ്ഥാപനങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ എല്ലായിടത്തും 4,12,500 രൂപ ചെലവിലാണ് നമ്മൾ റിംഗ് കമ്പോസ്റ്റ് സ്ഥാപിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ അജൈവ മാലിന്യ സംസ്കരണ രംഗത്ത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യ സംസ്കരണത്തിനായി എല്ലാ വാർഡുകളിലും 36 വാർഡുകളിലും നമ്മൾ മിനി MCFകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. അതിൽ 18 നേരത്തെ ഉണ്ടായിരുന്നത് മോഡൽ മിനി MCF എന്ന് പറയാവുന്ന 30 M3 വലുപ്പത്തിലുള്ളതായിരുന്നു. അതന്ന് നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത് 15 ലക്ഷം രൂപ ചെലവിലാണ്. തുടർന്ന് കഴിഞ്ഞ വർഷം ബാക്കിയുള്ള 18 വാർഡുകളിലും കൂടെ അതിൻ്റെ ചെറിയ രൂപമായ മിനി MCFകൾ 10 ലക്ഷം രൂപ ചെലവിൽ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ പ്രധാനമായിട്ട് 2023 സെപ്റ്റംബറിൽ 1.25 കോടി രൂപ ചെലവിൽ നമ്മുടെ RRF കോട്ടക്കടപ്പുറത്ത് 3500 സ്ക്വയർ ഫീറ്റുള്ള RRF പ്രവർത്തനം ആരംഭിച്ചതാണ്. നമ്മുടെ അജൈവ മാലിന്യ സംസ്കരണ മേഖലയിൽ നമുക്ക് പയ്യോളിക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടായി മാറിയിട്ടുള്ളത്. ഈ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ഏകോപിപ്പിക്കുന്നത് നമ്മുടെ 52 പേരടങ്ങിയ ഹരിതകർമ്മ സേനാംഗങ്ങളാണ്. നേരത്തെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞതുപോലെ നമ്മൾ 2 മാസത്തിലൊരിക്കൽ വാതിൽപ്പടി ശേഖരണം എന്നുള്ളതിൽ നിന്ന് ഓരോ മാസത്തിലും വാതിൽപ്പടി ശേഖരണം, അതും 100%. കഴിഞ്ഞ 6 മാസമായിട്ട് നമ്മുടെ വാതിൽപ്പടി ശേഖരണം 100%. യൂസർ ഫീ കളക്ഷനും 100%. ആ 100% എത്തിക്കാൻ വേണ്ടി അതികഠിനമായി പ്രയത്നിച്ച നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ഹാർദമായി അഭിനന്ദിക്കുന്നു. അതോടൊപ്പം നമ്മുടെ പയ്യോളിയുടെ മാലിന്യ സംസ്കരണ മേഖലയിൽ സമാന്തരമായിട്ട് നമ്മൾ ക്ലീൻ പയ്യോളി 35 പേരടങ്ങിയ ക്ലീൻ പയ്യോളി എന്ന് പറഞ്ഞ ഒരു സന്നദ്ധ സേവനം എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുന്ന ക്ലീൻ പയ്യോളിയുടെ സേവനം കൂടി എടുത്തു പറയേണ്ടതാണ്. പൊതുയിടങ്ങൾ ശുചീകരിക്കാനും
എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ ഇതുവരെ 18 ലക്ഷം രൂപയാണ് നമ്മൾ ചെലവാക്കിയിട്ടുള്ളത്. അതോടൊപ്പം നമ്മുടെ ഓരോ വീടുകളിൽ നിന്നും നമ്മൾ വരുന്ന റിജക്റ്റഡ് വേസ്റ്റ്, അതായത് തിരസ്കൃത അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് 45 ലക്ഷം രൂപയോളം നമ്മൾ ഇതുവരെ ചെലവാക്കി കഴിഞ്ഞു. ഇതെല്ലാം പയ്യോളി നഗരസഭയുടെ നേട്ടം തന്നെയാണ്. അതോടൊപ്പം നമ്മൾ ഇനിയുള്ള കാലത്ത് ഈ ഒരു വർഷത്തേക്ക് നമ്മുടെ എല്ലാ വീടുകളിലേക്കും ജൈവ മാലിന്യ സംസ്കരണ ഉപാധികളാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ നിലവിലുള്ള എല്ലാ ശുദ്ധീകരണത്തിലും വെള്ളനയന പദ്ധതിയും നമ്മൾ ലക്ഷ്യമിടുന്നുണ്ട്. എല്ലാ സ്കൂളുകളിലും 12 സ്കൂളുകളിലും 90 കുടികൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. 80 ലക്ഷം രൂപ ചെലവിലാണ് ഈ സ്കൂളുകളിൽ 90 കുടി സ്ഥാപിച്ചിട്ടുള്ളത്. ഇങ്ങനെ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ആകെ 5,75 ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ കുടുംബശ്രീയുടെയും മറ്റ് വ്യാപാരി വ്യവസായി നമ്മുടെ കൗൺസിലർമാർ എല്ലാവരുടെയും സഹായത്തോടുകൂടി നേരത്തെ പറഞ്ഞ നമ്മുടെ പൊതുയിടങ്ങൾ മുഴുവൻ നമ്മൾ വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ പൊതുസ്ഥാപനങ്ങളെല്ലാം ഹരിത സ്ഥാപനങ്ങളാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം എല്ലാ വീടുകളിലും ഏതെങ്കിലും ഒരു സംവിധാനം ഉണ്ടെന്നും എല്ലാ സ്ഥാപനങ്ങളിലും അവിടെയുള്ള ജൈവമാലിന്യം സംസ്കരിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഈ ഹരിതകർമ്മ പ്രഖ്യാപനവും ഹരിത കലാലയ പ്രഖ്യാപനവും ഹരിത വിദ്യാലയ പ്രഖ്യാപനവും എല്ലാം പൂർത്തീകരിച്ചത് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ആരോഗ്യ വിഭാഗത്തിന്റെ നമ്മുടെ ഡോക്ടർമാരുടെ ഹരിതകർമ്മ സേനയുടെ അതോടൊപ്പം ഇവിടെ ഒറ്റപ്പെട്ടായിരുന്ന എല്ലാ കൗൺസിലർമാരുടെയും കുടുംബശ്രീയുടെയും എല്ലാവരുടെയും സഹകരണത്തോടെയാണ് ഈ സഹകരണം ഇനി അങ്ങോട്ട് നമ്മൾ ഇതുവരെ പറഞ്ഞിരിക്കുന്നത് മാലിന്യമുക്ത പ്രഖ്യാപനമായിട്ടുള്ളൂ. ഇനി അത് തുടർന്ന് പാലിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഈ ഒരു സമ്പൂർണ്ണ മാലിന്യമുക്ത പ്രഖ്യാപനം സുസ്ഥിരമാക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പത്മശ്രീ വളപ്പിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അഷ്റഫ് കോട്ടക്കൽ, മഹിജ എളോടി, ഷിജ്മിന അസൈനാർ, കൗൺസിലർമാരായ വടക്കിൽ ഷിഫി, ടി ചന്തുമാസർ, കെ ടി വിനോദ്, എ പി റസാഖ്, ചെറിയാവി സുരേഷ്, ബാബു, റസിയ, ഫൈസൽ, നിഷ ഗിരീഷ്, ആസ്വാദിത സമിതി ഉപാധ്യക്ഷൻ മഠത്തിൽ നാടു മാസ്റ്റർ, കുടുംബശ്രീ ചെയർപേഴ്സൺ രമ്യ പി പി, ഹരിതകർമ്മസേന സെക്രട്ടറി ബിന്ദു കെ സി, വ്യാപാര വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ഷമീർ കെ എം, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ മുജേഷ് ശാസ്ത്രി, എൽ പി അബ്ദുറഹിമാൻ, എ പി കുഞ്ഞബ്ദുള്ള, ഗിരീഷ് കുമാർ, അനിൽകുമാർ, നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ലതീഷ് കെ സി എന്നിവർ സംസാരിച്ചു. ജില്ലാ കളക്ടർ, വേദിയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മറ്റ് ജനപ്രതിനിധികൾ, സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ള പ്രമുഖർ, നിങ്ങളാണ് ഈ ഒരു പയ്യോളിയുടെ മൊഞ്ചി എന്ന് നിങ്ങളെ ഓരോരുത്തരെയും അറിയിക്കുക. ഒരു ഭരണാധികാരി, അതുപോലെ തന്നെ ഒരു ഭരണസമിതി അംഗങ്ങളിലെ, അതുപോലെ തന്നെ ഭരണസമിതിയോട് നാട്ടിലെ കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒന്നിച്ചതിൻ്റെ ഒരു അനന്തരഫലമാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ. ഇപ്പോൾ അവരുടെ മാനമാശ സൂചിപ്പിച്ചു, മുനിസിപ്പാലിറ്റി നഗരസഭയായി വന്ന് അവിടുന്ന് തുടങ്ങി ഇന്ന് വരെ എത്തി നിൽക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും ഓരോരുത്തരുടെയും സഹകരണങ്ങളാണ് നിങ്ങൾ ഈ ഒരു സംവിധാനത്തോട് എത്രത്തോളം ഇഴുകിച്ചേരുന്നത് എന്നുള്ളതാണ്. മാലിന്യമുക്ത നവകേരളത്തിൻ്റെ അന്തിമഘട്ടമായ മാലിന്യമുക്ത നഗരസഭയായി പയ്യോളിയെ പ്രഖ്യാപിക്കാൻ വേണ്ടി വന്ന നമ്മുടെ ജില്ലാ കളക്ടർ ശ്രീ സ്നേഹിൽ കുമാർ സിംഗ് ചടങ്ങിൻ്റെ അധ്യക്ഷൻ, പയ്യോളി മുനിസിപ്പാലിറ്റിയുടെ വളരെ ഊർജ്ജസ്വലനായ ചെയർമാൻ ശ്രീ വി കെ അബ്ദുറഹിമാൻ സാഹിബ്, ഈ ചടങ്ങ് ഔപചാരിക ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ജില്ലാ കളക്ടർ സ്നേഹൽ സിംഗ് സാർ, അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, വൈസ് ചെയർമാൻ, അതുപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കന്മാർ, മറ്റ് സഹപ്രവർത്തകർ, എൻ്റെ മുന്നിലിരിക്കുന്ന കുടുംബശ്രീയുടെയും അതുപോലെ തന്നെ ആശാവർക്കർമാരായും അംഗനവാടിയുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളായിട്ടുള്ള ഹരിതകർമ്മസേനയുടെ എൻ്റെ സഹോദരന്മാരെ, പ്രിയമുള്ളവരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനും വേദിയിൽ നിൽക്കുന്നത്. നമുക്കറിയാം, ഇതൊരു ഒട്ടേറെ ചരിത്രമുറങ്ങുന്ന മണ്ണാണ് ഈ ഇരിങ്ങൽ നമ്മുടെ മുനിസിപ്പാലിറ്റി. വൈദേശികാധിപത്യത്തിനെതിരെ ധീരമായി പടപൊരുതി വീരമൃത്യു വരിച്ച കോട്ടക്കൽ കുഞ്ഞാലിമരക്കാട് പാദസ്പർശമേറ്റ് പുളകിതമായ മണ്ണാണ് ഈ ഇരിങ്ങൽ കോട്ടക്കൽ മണ്ണ്. അവിടെ വീണ്ടും ഒരു ചരിത്രത്തിന് തിരി തെളിയിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ മാലിന്യമുക്ത നവകേരളം എന്ന ഒരു പുതിയ കാൽവെപ്പിന് തുടക്കം കുറിക്കുകയാണ്. ഒരുപക്ഷെ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും തരണം ചെയ്തുകൊണ്ടാണ് ഇന്ന് ബഹുമാന്യനായ ജില്ലാ കളക്ടർ ഇവിടെ പ്രഖ്യാപിച്ചത്. ഈ ഓർമ്മ വരുന്നത് കാർബൺ മാക്സിന്റെ ലോക്കൽ കടമെടുത്ത് പറയട്ടെ,
ചേഞ്ച് ഇസ് ഓൺലി തിങ് ദാറ്റ് വിൽ നെവർ ചേഞ്ച്. ലോകത്ത് മാറ്റമില്ലാത്തത് മാറ്റം മാത്രമാണ്. ചേഞ്ച് ഈസ് യൂണിവേഴ്സൽ, ലോകം മുഴുവൻ നടന്നു നിൽക്കുന്നതാണ്. ചേഞ്ച് ഈസ് പെർമനന്റ്, അത് മാറ്റാൻ കഴിയാത്തതാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ചേഞ്ച് ഈസ് ഓൺലി ടു സക്സസ് ആൻഡ് ഹാപ്പിനെസ്. ലോകത്തിന് മാറ്റത്തിന് മാത്രമേ വിജയവും സന്തോഷവും പ്രദാനം ചെയ്യാൻ പറ്റൂ. നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റത്തിൻ്റെ പരിണാമമാണ് ഇന്നിവിടെ കാണുന്ന സർഗാലയിൽ ഒത്തുചേർന്ന ഇത്രയേറെ സഹോദരിമാർ. എനിക്കിങ്ങോട്ട് വേദിയിലേക്ക് നോക്കുമ്പോൾ ഒരു പൂന്തോട്ടത്തിൽ നോക്കും പോലെയുണ്ട്. പല കളറുകളിലായി, പല വേഷങ്ങളിൽ, പല ഡ്രസ്സുകൾ ധരിച്ച് എൻ്റെ സഹോദരിമാരോട് എത്തിയപ്പോൾ ഈ ഒരു പൂന്തോട്ടത്തിലേക്ക്, ഒരുപാട് പൂക്കളുള്ള പൂന്തോട്ടത്തിലേക്ക് നോക്കും പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഏതായാലും നിങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ, നിങ്ങൾക്കാണ് ഇതിൻ്റെ അവകാശം. പയ്യോളി മുനിസിപ്പാലിറ്റി സമ്പൂർണ്ണ മാലിന്യമുക്ത നവകേരളമായി പ്രഖ്യാപിക്കുമ്പോൾ ഹരിത കർമ്മസേനയിൽ 52ഓളം സഹോദരിമാർ ഊണുമുറക്കമില്ലാതെ വെയിലേറ്റാൽ വാടിപ്പോകുന്ന, കരിഞ്ഞു പോകുന്ന വെയിലത്ത് പോലും, അതുപോലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആശാവർക്കർമാർ, അംഗനവാടി ടീച്ചർമാർ, വർക്കർമാർ, മറ്റ് സഹോദരിമാർ എല്ലാവരും, അതുപോലെ തന്നെ മുഴുവൻ ആളുകളും ഒന്നിച്ചൊറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് നമുക്ക് ഇന്നത്തെ സുദിനം നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. തീർച്ചയായും ഇത് നിലനിർത്താൻ വേണ്ടി നിങ്ങളെല്ലാവരും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നാളുകളിൽ ഇതൊരു ചരിത്രമായി മാറുകയാണ്. ആ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറാൻ നിങ്ങൾ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. അതോടൊപ്പം ഇതിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ, അതോടൊപ്പം ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ഞാൻ ഹരിദാസ് സാറിനെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലക്ക് അശ്രാന്ത പരിശ്രമം അദ്ദേഹം ഊണും ഉറക്കമില്ലാതെ രാത്രിയും പകലൊന്നും ഇല്ലാതെ ഈ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ച PM ഹരിദാസ് സാറിനെ പ്രത്യേകിച്ച് നമ്മുടെ വിശിഷ്യ നമ്മുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലക്ക്, നമ്മുടെ ഒരു സഹ കൗൺസിലർ എന്ന നിലക്ക്, അതോടൊപ്പം നമ്മുടെ ചെയർമാനെയും സെക്രട്ടറിയെയും മറ്റു ഉദ്യോഗസ്ഥന്മാരെയും ആരോഗ്യ രംഗത്തുള്ള ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ തന്നെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈദ് ആശംസകൾ അഡ്വാൻസായി നേർന്നുകൊണ്ട് നിർത്തുന്നു. നമുക്ക് ഈ കാര്യം ഇനിയും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. എല്ലാവരും ഒത്തൊരുമയായി നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. സഹായ സഹായങ്ങൾ ഉണ്ടാകുമെന്ന് വിനീതമായി അപേക്ഷിച്ചത് എല്ലാവിധ ആശംസ ചെയ്യും. ഒരുപാട് ഫണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഈ മേഖലയിലേക്ക് ഒഴുക്കിവിടുകയാണ്. കാരണം മാലിന്യമുക്തമായാൽ രോഗവിമുക്തമായ ഒരു സംസ്ഥാനമായിരിക്കും നമുക്കുണ്ടാവുക എന്നുള്ള തിരിച്ചറിവ് അതിലുണ്ട്. കഴിഞ്ഞ കാലത്ത് നേരത്തെ ബഹുമാനപ്പെട്ട നാടകമാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ പ്രിയങ്കരിയായ കുരിശൻ ടീച്ചർ പയ്യോളിയുടെ ചെയർപേഴ്സണായിരുന്ന സമയത്ത് ഒരു തുള്ളി ഒരിടം എന്നുള്ള ക്യാപ്ഷനോടുകൂടി അന്ന് ആ ബോർഡിൽ കൗൺസിലറായിരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയ ഒരാളാണ്. നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. ഞാൻ കാരണം പയ്യോളി നഗരസഭ മാലിന്യമുക്ത നഗരസഭയായി മാറി എന്നുള്ളത്. ഇതിലേറ്റവും കൂടുതലായിട്ട് ഹരിതകർമ്മ സേനാംഗങ്ങൾ, തൊഴിലാളികൾ, കുടുംബശ്രീ അംഗങ്ങൾ എല്ലാവരുടെയും പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിങ്ങനെ നമ്മുടെ നഗരസഭ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിക്കാൻ കഴിയുന്നത്. ഓരോരുത്തർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതോടൊപ്പം ഈ പരിപാടിക്ക് എല്ലാവിധ ആശീർവാദവും നൽകിക്കൊണ്ട് നിലവിലെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മൾ ഈ ഇന്നത്തെ ഒരു പ്രഖ്യാപനം നടത്താൻ വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. കുടുംബശ്രീ ആണെങ്കിലും ഹരിതകർമ്മ സേന അംഗങ്ങളാണെങ്കിലും തൊഴിലുറപ്പ് തൊഴിലാളികളാണെങ്കിലും മെഡിക്കൽ വിഭാഗമാണെങ്കിലും ഹെൽത്ത് സെക്ഷനിലെ ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും സർക്കാർ നമുക്ക് ഓരോ ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോഴും ഓരോ സെക്ടറിൽ ജോലി ചെയ്യുന്നവർക്കും അതിൻ്റേതായ നല്ല രീതിയിലുള്ള ഓർഡറുകൾ ഉണ്ടാവും. ആ ഒരു ഉത്തരവാദിത്വം നല്ല രീതിയിൽ പൂർത്തീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് ഇന്നിവിടെ ഇങ്ങനൊരു പ്രഖ്യാപനം നടത്താൻ പറ്റിയത്. അതിൽ കുടുംബശ്രീയുടെ റോഡ് ആദ്യമേ തുടക്കം കുറിച്ചിരുന്നു. 53 അയൽക്കൂട്ടങ്ങളുണ്ടായിരുന്നു. മുഴുവൻ അയൽക്കൂട്ടങ്ങളും ഗ്രേഡിങ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഗ്രേഡിങ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഓരോ വീടുകളിലും എന്തൊക്കെ പോരായ്മയാണുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഏതൊക്കെ രീതിയിൽ അത് പരിഹരിക്കാൻ പറ്റുന്നുള്ളതായി അടുത്ത ചർച്ച. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പല ഡിവിഷനുകളും നമുക്ക് കാണാൻ കഴിയും. ഇവിടെ കുടുംബശ്രീ പ്രഖ്യാപിച്ച ഒരു ബോർഡ്
15ാം ഡിവിഷനിലാണെങ്കിലും 13ാം ഡിവിഷനിലാണെങ്കിലും ഒക്കെ കുടുംബശ്രീ നിരന്തരം നമുക്ക് ഫോട്ടോസ് അയച്ചു തരുന്നുണ്ട്. ഒരു ഏരിയ കുടുംബശ്രീയുടെ അംഗങ്ങളെല്ലാവരും കൂടി ചേർന്ന് ക്ലീൻ ചെയ്ത് അവിടെ വലിയൊരു ബോർഡ് തന്നെ കുടുംബശ്രീയുടെ ഭാഗമായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതിന് ഓരോ കുടുംബശ്രീ അംഗങ്ങളെയും പയ്യോളി നഗരസഭ കുടുംബശ്രീ സീരിയസ് ചെയർപേഴ്സൺ എന്ന നിലയിൽ അഭിനന്ദിക്കുകയാണ്. അതേപോലെ തന്നെ ഹരിതാർമ്മ സേനാംഗങ്ങൾ നമുക്കറിയാം, ആദ്യം നമുക്ക് പ്ലാസ്റ്റിക് വലിയൊരു വിഷയം തന്നെയായിരുന്നു. ഹരിതാർമ്മ സേനാംഗ സംവിധാനം വന്നതോടുകൂടി തന്നെയാണ് നമ്മുടെ ഒരു വലിയ ഒരു ടെൻഷൻ ഒഴിവായത്. കാരണം അത്രയും മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഓരോരുത്തർ ഹരിതാർമ്മ സേന ഇല്ല എന്നൊരു സംവിധാനം വന്നാലുണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ഹരിതാർമ്മ സേനയുടെ റോള് വളരെ വലിയ തന്നെയാണ്. ഈ ഒരു വേദിയിൽ ഏറ്റവും അഭിനന്ദിക്കേണ്ടവർ തന്നെയാണ് ഹരിതാർമ്മ സേനാംഗങ്ങൾ. അതേപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇന്ന് രാവിലെയും കൂടി ജോലി എടുത്തിരുന്നും ഒരു ഡിവിഷനിൽ 10 പേരുടെ വരികയും ബാക്കിയുള്ള പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി തന്നെ ഓരോ ഡിവിഷനിലും അവരുടെ റോഡുകൾ പൊതുയിടങ്ങളൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും പയ്യോളി സീരിയസിൻ്റെയും കുടുംബശ്രീയുടെ എല്ലാവിധ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി എല്ലാവിധ ആശംസകളും പ്രഖ്യാപനം ഈ പരിപാടിയുടെ അധ്യക്ഷൻ ലോക്സഭാ ചെയർമാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ജില്ലാ കളക്ടർ ശ്രീ കുമാർ ഈ പരിപാടി പങ്കെടുക്കാനെത്തിയ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും. മുൻ ചെയർമാൻ അടക്കം ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പേരാണ്. അറിഞ്ഞോ അറിയാതെയോ മുനിസിപ്പാലിറ്റി നിങ്ങൾക്ക് ഈ ചടങ്ങിൽ തന്നെ ഒരു പരിഗണന നൽകുന്നു. നിങ്ങൾക്ക് 4 പേരുണ്ട്. ഇവിടെ പേരൊന്നുമില്ല. നിങ്ങൾ ചൂടെടുത്ത് കൊല്ലുക. അപ്പോൾ നിങ്ങളാണ് ഇതിൻ്റെ ശക്തി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് 4 പേരും നമുക്ക് പേരില്ലാത്തത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പരിപാടി അവസാനിക്കും. ഇവിടെ എല്ലാവരും ചൂടെടുത്ത് കൊല്ലുകയാണ്. എന്തായാലും നിങ്ങളില്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞതുപോലെ ഈ മാലിന്യമുക്ത നവകേരള എന്നുള്ള പ്രഖ്യാപനം ഈ നേതൃസ്ഥാനത്തിരുന്നുകൊണ്ട് നടത്താൻ പറ്റില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൊണ്ട് ആദ്യമായി നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ നേരുകയാണ്. എൻ്റെ വീട്ടിലും വരാറുണ്ട്. നല്ല രീതിയിൽ തന്നെ അവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുമുണ്ട്. അതുപോലെ എല്ലാവരും ഏകദേശം 12,000 വീട് പറഞ്ഞു. അതുപോലെ 5,70,00,000 രൂപയോളം ചെലവഴിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ നമ്മുടെ നന്മയ്ക്കാണ്, നമ്മുടെ ആരോഗ്യത്തിനാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളതിൽ ആത്മാർത്ഥമായി വർക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായി ഇപ്പോൾ നിങ്ങൾ പറയും വ്യാപാര സ്ഥാപനങ്ങളിൽ മാലിന്യങ്ങൾ കുറവാണ്. അതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. വ്യാപാര മേഖല മാന്ദ്യത്തിലാണ്, കച്ചവടം കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം നിങ്ങൾ ഈ ആഘോഷവേളയിൽ പർച്ചേസ് ചെയ്യുന്നത് നമ്മുടെ പയ്യോളി മുനിസിപ്പാലിറ്റിയിലെ കച്ചവട സ്ഥാപനങ്ങളായിരിക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ സപ്പോർട്ടും വ്യാപാരി വ്യവസായ സമിതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. സർക്കാരിൻ്റെ മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായി പയ്യോളി നഗരസഭ ഇന്ന് ഇവിടെ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. വർഷങ്ങളായി ഈ പയ്യോളി നഗരസഭയിൽ ഇത് മാലിന്യമുക്ത പ്രദേശമാക്കി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന നിലയ്ക്ക് തന്നെ നമ്മുടെ മുൻ ചെയർമാനായിട്ടുള്ള ഷഫീഖ് വടക്കേലും അതുപോലെ അന്നത്തെ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ഇപ്പോഴത്തെ നമ്മുടെ നഗരസഭാ ചെയർമാൻ, അതുപോലെ എല്ലാത്തിനും മുൻപന്തിയിലുണ്ടാകുന്ന നമ്മുടെ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM ഹരിദാസനുമൊക്കെ ഏത് വേദിയിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രസംഗത്തിൽ അത് ചെയർമാൻ തന്നെ നമ്മുടെ വീട്ടിലെ ഏത് യോഗമായാലും അവിടെ സംസാരിക്കുന്ന വിഷയത്തിൽ എല്ലാം ഉൾപ്പെടുത്തിയാലും ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ആ വേദിയിൽ സംസാരിക്കാതെ പോകാറില്ല. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഈ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ കടന്നു വന്ന നിങ്ങളെ ഓരോരുത്തരെയും ഹൃദയത്തോട് ചേർത്ത് അഭിനന്ദിക്കുന്നു. വലിയ ഒരു ഉദ്യമത്തിനാണ് നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. ഇത് കേവലം ഇന്നുകൊണ്ട് അവസാനിക്കുന്ന ഒരു പ്രക്രിയയല്ല. ഇത് മനുഷ്യനുള്ളിടത്തോളം കാലം ഇത് നമ്മൾ തുടരുക തന്നെ ചെയ്യണം. കാരണം കേവലം ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ചടങ്ങിന് വേണ്ടിയോ നടത്തി കടന്നു പോകാൻ കഴിയുന്ന ഒരു വർത്തമാനകാല സാഹചര്യത്തിലൂടെയല്ല ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. കേരളത്തിലും രാജ്യത്തിലും ഇനിയൊരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ അത്
ഒന്നുകിൽ അത് ശുദ്ധജലത്തിന് വേണ്ടിയാണ് എന്നതാണ്. അതോടൊപ്പം തന്നെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അത് മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും ആ ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരും നിർവഹിച്ചുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 87 വരുന്ന നഗരസഭകളിൽ ഏറ്റവും നല്ല നഗരസഭയായി പയ്യോളി നഗരസഭയെ മാറ്റിയെടുക്കാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണം. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള കഴിവുണ്ടാകട്ടെ. ഈ ഒരു വിജയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത് കേവലം ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു ഭരണസമിതിയുടെയോ മാത്രമല്ല, നമ്മുടെ ഒരു മികച്ച ടീമാണ്. നമ്മുടെ പയ്യോളി മുനിസിപ്പാലിറ്റി മാലിന്യ മുക്ത മുനിസിപ്പാലിറ്റിയായി പ്രഖ്യാപിക്കുമ്പോൾ നമ്മളേറെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളിവിടെ ഏവരും ഇരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ ഇന്ന് വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നാടിനെ ക്ഷാമമെന്ന് നമ്മൾ പറഞ്ഞു പോകുന്ന മാലിന്യം മുക്തമാക്കിക്കൊണ്ട് തന്നെ നമുക്ക് പോകാൻ സാധിക്കുന്നതിൻ്റെ പ്രധാന പങ്കുവഹിച്ച ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ മനസ്സിലുണ്ടാകുന്ന ഈ വേളയിലുള്ള സന്തോഷം, ഈ മാലിന്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ എന്നുള്ള നിലക്ക് ആ മാറ്റങ്ങൾക്ക് വേണ്ടി വലിയ നേതൃത്വം കൊടുത്ത് കൃത്യമായി പറഞ്ഞാൽ ഓരോ വീടുകളിൽ ആളുകളെ കൃത്യമായി ബോധവൽക്കരിച്ചുകൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ പ്രതിസന്ധികൾ കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെയെല്ലാം നമ്മോടൊത്ത് ചേർത്തിണക്കിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി സാധിച്ചിട്ടുള്ള ആളുകളാണ് ഇന്നിവിടെ ഇരിക്കുന്നത്. അവരുടെ ഈ ഇടപെടൽ നാം ഓർക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തം കടമകൾ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് നമുക്ക് ഈ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ച വലിയ സന്തോഷമുണ്ട്. എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. പയ്യോളി മുനിസിപ്പാലിറ്റി ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് അശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നടന്നു. ഒക്ടോബർ 2 ഈ പദ്ധതിയുടെ തുടക്കം കുറിച്ചത്. ഏതായാലും ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട കളക്ടർ സ്നേഹ് കുമാർ സിംഗ് നമ്മുടെ പയ്യോളി മുനിസിപ്പാലിറ്റിയെ മാലിന്യമുക്ത മുനിസിപ്പാലിറ്റിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ഉദ്യമത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള നഗരസഭയിലെ ഭരണസമിതിയും ഉദ്യോഗസ്ഥന്മാർക്കും അതിന് പങ്കാളികളായിട്ടുള്ള നമ്മുടെ സഹോദരിമാരും അതുപോലെ തന്നെ മറ്റു വ്യക്തികളും ആദ്യമായി അഭിനന്ദനങ്ങൾ അറിയുകയാണ്. കടലാസ് വലിച്ചെറിയാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് മാലിന്യം മുക്തമായിട്ടില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നാം ഓരോരുത്തരും നമ്മുടെ പരിസരവും, വീടിൻ്റെ പരിസരം, നമ്മുടെ ഇടവഴികൾ, നമ്മുടെ നദികൾ, നമ്മുടെ കുളങ്ങൾ, അങ്ങനെ ഒട്ടേറെ വസ്തുതകളുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ മാലിന്യമില്ലാതെയാക്കാൻ നാം ഓരോരുത്തരും മുന്നിട്ട് വരണം. നേരത്തെ അവിടെ ഒരു സുഹൃത്ത് സൂചിപ്പിച്ചു, സ്ത്രീകൾ മാത്രമാണ് ഇതിന് മുന്നിട്ട് വരുന്നത്. തികച്ചും തെറ്റായ ഒരു ധാരണ പരത്തുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്ത്രീകൾ മാത്രം വിചാരിച്ചാൽ മാലിന്യം മുക്തമാകുമോ? സ്ത്രീകൾ മാത്രമല്ല, നമ്മുടെ വീട്ടിനകത്തുള്ള മാലിന്യങ്ങൾ കൊണ്ടുവരുന്നതിൽ ഭൂരിഭാഗം പുരുഷന്മാർക്കും പങ്കുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്ക് അറിവുണ്ട്, പക്ഷെ തിരിച്ചറിവില്ലാത്തതാണ് നമ്മുടെ നാടുകളിൽ മാലിന്യം കൊണ്ട് കൊണ്ടുകൊടുക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ വൻ നഗരങ്ങളിൽ വിദേശികൾ വന്നിട്ടാണ് മാലിന്യം മുക്തമാക്കുന്ന ചിത്രങ്ങൾ നാം കണ്ടിട്ടുണ്ട്, വാർത്തകൾ നാം കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നാം ഓരോരുത്തരും ഈ മാലിന്യം മുക്തമാക്കുന്നതിൽ നമ്മൾ ഒത്തൊരുമയോടുകൂടി പെരുമാറുന്നതിന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് ആശംസ നേർന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത ഓരോ വ്യക്തികൾക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചു. നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ PM ഹരിദാസൻ സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ TP പ്രജീഷ് കുമാർ നന്ദിയും പറഞ്ഞു. മാലിന്യമുക്ത സന്ദേശം നൽകുന്ന ഓട്ടംതുള്ളൽ കലാമണ്ഡലം മഹേന്ദ്രനും സംഘവും അവതരിപ്പിച്ചു. ഹരിതകർമ്മ സേനാംഗങ്ങളും കുടുംബാംഗങ്ങളുടെയും പ്രവർത്തകരുടെയും കലാപരിപാടികൾ നടന്നു. ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആശാവർക്കർമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടി സന്നദ്ധ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. പയ്യോളി നഗരസഭയ്ക്ക് ടൂറിസത്തിന് നല്ല സാധ്യതയുണ്ടെന്നും മാലിന്യമുക്ത നഗരസഭയായി നിലനിർത്തുന്നത് പ്രധാനമാണെന്നും പയ്യോളിയിലെ ഹൈവേയിലെ പ്രശ്നങ്ങൾ ഉടൻ പരിഹാരമാകുമെന്നും കളക്ടർ അഭിപ്രായപ്പെട്ടു. സംസ്ഥാന ഗവൺമെൻറ് നടത്തുകയാണ്. അതിൻ്റെ മുന്നോടി എന്ന നിലയിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജില്ലകളും നടത്തേണ്ടതും ഉള്ളതുകൊണ്ട് തന്നെ പയ്യോളി മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ഒട്ടേറെ മാസങ്ങളുമായി ഇതിൻ്റെ പിന്നിൽ
നിങ്ങളെപ്പോലെയുള്ള പ്രവർത്തകരും സാധാരണക്കാരും ജനങ്ങളുടെ ഒറ്റക്കെട്ടായിട്ട് എല്ലാ മേഖലയിലും ശുചിത്വത്തിൻ്റെ പ്രവർത്തനം നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. 2 ഘട്ടങ്ങളിലായിട്ടായിരുന്നു ഈ പരിപാടി സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. 1ാം ഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിട്ട് ഏകദേശം 90% മേലെ എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും 3 കാര്യങ്ങൾ നമ്മൾ ഗ്യാപ്പുകൾ ഉണ്ടായിരുന്നു. 1 CCTV, 2 പബ്ലിക് ബില്ല്, 3 വ്യവസായ യൂസർ ഫീ. ഈ 3 കാര്യങ്ങളും പൂർണ്ണമായിട്ട് പരിഹരിച്ചുകൊണ്ടാണ് നമ്മൾ 2ാം ഘട്ടത്തിലേക്ക് കടന്നത്. അതായത് പബ്ലിക് ബില്ല് വെക്കാനും CCTV വെക്കാനും പ്രൊജക്റ്റ് വെച്ച് അത് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ വ്യാപാരികളുടെ യൂസർ ഫീക്ക് വ്യാപാരി വ്യവസായ കമ്മിറ്റിയെയും ഹരിതകർമ്മ പ്രവർത്തകരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് 100% എത്താൻ നമ്മൾ സാധിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിട്ട് തുടക്കത്തിൽ 26% യൂസർ ഫീ വീടുകളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ 26% നിന്ന് നമുക്ക് 100%-ാക്കാൻ സാധിക്കുകയും മാസങ്ങളോളമായി നിലനിർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചു എന്നാണ് ഏറ്റവും ഹരിതകർമ്മസേനയിൽ നമ്മൾ അഭിമാനത്തോടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം 12,000 രൂപയോളം അവർക്ക് ഓരോ മാസവും ലഭിക്കുന്നുണ്ട് എന്നതുകൊണ്ടും നമുക്ക് സന്തോഷമുണ്ട്. അങ്ങനെ ഒട്ടേറെ മേഖലയിൽ എല്ലാ മേഖലയിലും പൂർണ്ണമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടും നടത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. 2ാം ഘട്ടം ഒക്ടോബർ 2 മുതൽ മാർച്ച് 30 വരെയായിരുന്നു. ഒക്ടോബർ 2-ാം തീയതി 36 വാർഡുകളിലും പൂർണ്ണമായി ക്ലീൻ ചെയ്തുകൊണ്ട് ജനകീയ പങ്കാളിത്തത്തോടെ ക്ലീൻ ചെയ്തു. 2ാം ഘട്ടത്തെ പ്രത്യേക സർക്കാർ പറയുന്നത് എൻ്റെ മാലിന്യമുക്ത നവകേരളം ജനകീയ പങ്കാളിത്തം എന്നാണ്. അത് ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പൂർണ്ണതയിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു പ്രഖ്യാപനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടോ പൂർണ്ണമായി മാലിന്യമുക്തമായി എന്ന് നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കില്ല. പക്ഷേ ജനകീയമായ പങ്കാളിത്തമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഒക്ടോബർ 2-ാം തീയതി 36 വാർഡുകളിൽ പൂർണ്ണമായി ക്ലീൻ ചെയ്യുകയും അത് നിലനിർത്താൻ വേണ്ടിയിട്ട് നിർവഹണ സമിതി കമ്മിറ്റികൾ ഓരോ വാർഡുകളിലും അതേപോലെ മുനിസിപ്പൽ തലങ്ങളിലും രൂപീകരിച്ചുകൊണ്ട് അതിനൊരു മോണിറ്ററിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ 503 അയൽക്കൂട്ടങ്ങൾ കുടുംബശ്രീയിലെ അയൽക്കൂട്ടങ്ങൾ നമുക്കുണ്ടായിരുന്നു. ആ 503 അയൽക്കൂട്ടങ്ങളും പൂർണ്ണമായി ഹരിത അയൽക്കൂട്ടങ്ങളെ പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിച്ചു. സ്വാഭാവികമായിട്ടും ആ പ്രഖ്യാപനം നടത്തുമ്പോൾ അതിനൊട്ടേറെ നിബന്ധനകൾ ഉണ്ടായിരുന്നു. ആ നിബന്ധനകളൊക്കെ നമ്മൾ പാലിച്ചുകൊണ്ടാണ് 503 അയൽക്കൂട്ടങ്ങളും നമുക്ക് ഹരിത അയൽക്കൂട്ടങ്ങളായി പ്രഖ്യാപിക്കാൻ സാധിച്ചത്. എല്ലാ വീടുകളിലും റിംഗ് കമ്പോസ്റ്റുകളും ജീവനുകളോ അല്ലെങ്കിൽ ബയോഗ്യാസുകളോ അല്ലെങ്കിൽ വളക്കുഴികളോ കുഴിച്ചുകൊണ്ട് പൂർണ്ണമായിട്ട് ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള ഉപകരണങ്ങൾ നമ്മളെല്ലാ വീടുകളിൽ എത്തിക്കുകയും ഈ വർഷം നമുക്ക് ഏകദേശം 1500ഓളം വീടുകളിലേക്ക് ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ വരുന്ന വർഷങ്ങൾ കൊണ്ട് പൂർണ്ണമായിട്ട് പയ്യോളി മുനിസിപ്പാലിറ്റിയിലെ എല്ലാ വീടുകളിലും ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള ഉപകരണം നൽകുകയും അത് മോണിറ്ററിംഗ് ചെയ്യാൻ ഹരിതകർമ്മസേനയെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം പലപ്പോഴും പലരും ഒരു മനോഭാവം മാറി മുന്നോട്ട് വന്നിട്ടില്ലെങ്കിൽ ഇത് നമ്മൾ വിതരണം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ റിംഗ് കമ്പോസ്റ്റ് കൊടുത്തുകൊണ്ടോ അത് ഉപയോഗിക്കണമെന്നില്ല. പക്ഷെ അത് മോണിറ്ററിംഗ് ചെയ്യാൻ വേണ്ടി ഹരിതകർമ്മസേനയെ ഏൽപ്പിക്കുകയും ആ മേഖലയിലേക്ക് ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് വളരെയേറെ സന്തോഷമുണ്ട്. അതേപോലെ തന്നെ എല്ലാ അംഗനവാടികളും 42 അംഗനവാടികൾ ഹരിത അംഗനവാടിയായിട്ടും 22 സ്കൂളുകളിൽ 12 സ്കൂളുകളിൽ നമുക്ക് തുമ്പൂർ മൊഴി കൊടുക്കാൻ സാധിച്ചു. അത് നേരത്തെ സൂചിപ്പിച്ചവരെ ഗൗതമ സാറെ പോലെയുള്ള ഒട്ടേറെ എഫേർട്ട് ചെയ്തിട്ടാണ് ആ പരിപാടി നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചത്. 12 സ്കൂളുകളിൽ 2 സ്ഥാപനങ്ങളിൽ അതേപോലെ തന്നെ മറ്റ് 10 സ്കൂളുകളിൽ റിംഗ് കമ്പോസ്റ്റുകളും 30 സ്ഥാപനങ്ങളിൽ നമുക്ക് ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള ഉപകരണം നൽകാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ മേഖലയിൽ എല്ലാ മേഖലയിലും അതായത് 5 ടൗണുകളായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ആ 5 ടൗണുകളും അവരുടെ വ്യാപാരികളുടെ സഹകരണത്തോടുകൂടി ജനകീയ പങ്കാളിത്തത്തോടെ ക്ലീൻ ചെയ്യുകയും അവിടെ ഹരിത ടൗണുകളായി പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിച്ചു. അതേപോലെ തന്നെ ഓരോ മേഖലയും നമുക്ക് ഇപ്പം സർക്കാർ പ്രഖ്യാപിച്ചു എനിഞ്ഞാൻ ഒഴികെട്ടി എന്ന പദ്ധതി ഇട്ടപ്പോൾ ജില്ലയിൽ ആദ്യമായിട്ട് പയ്യോളി മുനിസിപ്പാലിറ്റിക്ക് നാരങ്ങോളിപ്പാലം 1.5 കിലോമീറ്ററോളം നീളമുള്ള നാരങ്ങോളിപ്പാലം ജനകീയ പങ്കാളിത്തത്തോടെ ക്ലീൻ ചെയ്ത് അത് സംരക്ഷിക്കാനും അത് മോണിറ്ററിംഗ് ചെയ്യാനും നമുക്ക് സാധിച്ചു എന്നാണ് നമ്മളെ സംബന്ധിച്ച് ജനങ്ങളുടെ ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ പറയാൻ സാധിക്കും. അങ്ങനെ ഒട്ടേറെ എല്ലാ മേഖലയിലും നമുക്ക് പൂർണ്ണമായി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകം നമ്മളെ സംബന്ധിച്ച് വലിച്ചെറിയ മുക്ത വാരം ആചരിച്ചപ്പോൾ അധിക സ്കൂളുകളിലും നമുക്ക് ഒരു ബോധവൽക്കരണം നടത്തി. കാരണം ആ മനോഭാവം മാറാതെ നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും എത്ര നമ്മൾ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചാലും നമ്മളുടെ മനോഭാവം മാറണം.
അതിന് വിദ്യാലയങ്ങളിൽ എല്ലാ വിദ്യാലയങ്ങളും അസംബ്ലി സമയങ്ങളിൽ ഒരു പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് നമ്മൾ വിദ്യാലയങ്ങളിൽ നിന്ന് ആരംഭിക്കുന്നത്. അതായത് ആ വലിച്ചെറിയൽ മനോഭാവം കുട്ടികളിൽ നിന്നാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ആ കുട്ടികളിൽ നിന്ന് മനോഭാവം മാറുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ന് നമ്മൾ ഗൾഫ് കൺട്രിയെ പോലെ ഒരു മുട്ടായി നിന്ന് ആ പേക്ക് വലിച്ചെറിയാനുള്ള മനോഭാവം കുട്ടിക്ക് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ സ്വാഭാവികം അത് പിന്നിലേക്ക് നിക്ഷേപിക്കും. അല്ലെങ്കിൽ ആ വലിച്ചെറിയൽ മനോഭാവം മാറ്റിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട കളക്ടർക്ക് ഏറെ തിരക്കിൻ്റെ ഇടയിലാണ് നമ്മളെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അഭിമാനം അത് തന്നെയാണ്. അതായത് നമ്മളെ സംബന്ധിച്ച് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ഉദ്ഘാടനത്തിന് നമ്മൾ ബഹുമാനപ്പെട്ട കളക്ടറെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ച് വളരെയേറെ അഭിമാനമുണ്ട് പയ്യോളി മുനിസിപ്പാലിറ്റിയിൽ. ആ അഭിമാനത്തോടെയുള്ള ഈ തിരക്കായതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇവിടെ എത്തിയിട്ടുള്ള നമ്മൾ ബഹുമാനപ്പെട്ട കളക്ടർ, അതായത് എല്ലാ തിരക്കിൻ്റെയും എത്തിയിട്ട് ബഹുമാനപ്പെട്ട കളക്ടർ പയ്യോളി മുനിസിപ്പാലിറ്റിക്ക് വേണ്ടിയും അതേപോലെ പയ്യോളി മുനിസിപ്പാലിറ്റി ജനങ്ങൾക്ക് വേണ്ടിയും ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ ഇതിൻ്റെ അധ്യക്ഷൻ അലങ്കരിക്കുന്നത് നമ്മളുടെ പ്രിയപ്പെട്ട കഴിഞ്ഞ കാലഘട്ടത്തിൽ ആരോഗ്യശാന്തി കമ്മിറ്റിയിലും ഇപ്പോൾ നമ്മുടെ മുനിസിപ്പൽ ചെയർമാനുമായ വി.കെ. അബ്ദുറഹ്മാൻ സാറാണ്. വളരെ നല്ല ഈ മേഖലയിലേക്ക് ഞങ്ങളോട് ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു സാധാരണക്കാരെ പോലെ ഒരു ചെയർമാൻ എന്നതിൽ മാറ്റി നിർത്തിക്കൊണ്ട് സാധാരണക്കാരെ പോലെ ഇന്ന് ഞങ്ങൾ വയനാട് ടൗണിലെ മുഴുവൻ നാഷണലിലെയും അതേപോലെ തന്നെ പെരാമ്പ് റോഡ് ക്ലീൻ ചെയ്യുമ്പോൾ രാവിലെ 7 മണി മുതൽ 12 മണി വരെ ഒരുമിച്ച് ആ തൊഴിലാളികളുടെ കൂടെ നിന്നുകൊണ്ട് പല മേഖലയിലും പോയിട്ട് പ്രവർത്തനം നടത്താൻ സാധിച്ച ചെയർമാനാണ്. ആ ചെയർമാനെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യും. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഉത്തരവാദിത്വം ഉള്ള ദിവസങ്ങൾ കൂടിയാണ്. കഴിഞ്ഞ 6 മാസമായി മാലിന്യമുക്തം ഭാഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മൂല്യനിർണ്ണയത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും പൂർത്തിയാക്കിയിട്ടാണ് നഗരസഭ ഇന്ന് മാലിന്യമുക്ത പ്രഖ്യാപനത്തിന് ഒരുങ്ങിയിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ 2015 മുതൽ നമ്മുടെ പ്രവർത്തനം നടന്നു വരികയാണ്. വളരെയേറെ ജനകീയ പങ്കാളിത്തത്തോടുകൂടിയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ പയ്യോളി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നടന്നിട്ടുണ്ട്. നഗരസഭ ആയതിനു ശേഷം ആദ്യമായി എടുത്ത കൗൺസിൽ തീരുമാനം ഗവൺമെൻറ് അതൊരു ജനകീയമായ പങ്കാളിത്തത്തോടുകൂടി വലിയൊരു ക്യാമ്പയിന് നേതൃത്വം കൊടുക്കുകയാണ് അന്നത്തെ കൗൺസിൽ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മൾ നടന്നിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി നമുക്ക് ഈ മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഒന്നാമത്തെ പ്രവർത്തനങ്ങളും അതുപോലെയുള്ള രണ്ടാമത്തെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒന്നാം ഘട്ടത്തിൽ നമ്മൾ 2ാം സ്ഥാനത്താണ് ജില്ലയിൽ എത്തിയതെങ്കിൽ നമ്മൾ ഈ മൂല്യനിർണ്ണയത്തിൽ നമ്മൾ 1ാം സ്ഥാനത്ത് എത്തും തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അത്രയേറെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് നടന്നിട്ടുണ്ട്. ഇനി അത് നിലനിർത്തുക എന്നുള്ളതാണ്. അതിനിപ്പോൾ ഈ നന്ദി അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കടമ. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെ മാത്രമാണ് നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നന്ദി പറയേണ്ട കുറേ ആളുകൾ നഗരസഭയിലെ വിവിധ വിഭാഗങ്ങളിലായിട്ടുണ്ട്. നമ്മുടെ പൊതുസമൂഹമാണ് ആദ്യമായിട്ട് നമ്മൾ നന്ദി പറയേണ്ടത്. അപ്പോൾ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അവരുടെ സഹകരണം ഉള്ളതുകൊണ്ടാണ് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ നേരത്തെ ബഹുമാനപ്പെട്ട സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ട്, 5 കോടി രൂപയുടെ ചെലവഴിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മളിവിടെ കുറഞ്ഞ കാലയളവിൽ നടത്തിയിട്ടുണ്ട്. അത് നിലനിർത്തി കൊണ്ടുപോകാനും അത് നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാനും ഉത്തരവാദിത്വം ഇവിടെയുള്ള ഓരോ സ്ഥാപനങ്ങൾക്കും അത് കൊടുത്ത ആളുകൾക്കാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വീടുകളിലുള്ള ആർക്കെ കമ്പോസ്റ്റിംഗ് യൂണിറ്റുകൾ, ജൈവമാലിന്യ ഉപാധികൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പകുതിയോടെ നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുള്ളൂ. ബാക്കി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടി ഒരു ശ്രദ്ധ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഓരോരുത്തരും വ്യക്തിപരമായ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു വിഷയമാണ് മാലിന്യ മേഖല, പരിപാലന മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിപരമായ ശ്രദ്ധ ഈ കാര്യത്തിൽ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം പദ്ധതികൾ നടപ്പിലാക്കുകയും അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അതേസമയം നമ്മളത് പിടിച്ചുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് അത് വിജയത്തിലേക്ക് എത്തും. ഇപ്പോൾ നമുക്ക് വിവിധ മേഖലകളിൽ ആളുകളുണ്ട്, അവരൊക്കെ അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമ്മുടെ ഏറെ തിരക്കുകൾക്കിടയിലും നമ്മുടെ ഈ ഒരു മാലിന്യമുക്ത നഗരസഭാ പ്രഖ്യാപനത്തിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ IAS അവരുടെ ആദ്യമായി നഗരസഭയുടെ പേരിലും ഈ പയ്യോളി പോരാവലിയുടെ പേരിലും പൊതുസമൂഹത്തിൻ്റെ പേരിലും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ വളരെയേറെ സഹായിക്കുന്ന ജില്ലാ ശുചിത്വ മിഷൻ്റെ കോർഡിനേറ്റർ ഗൗതമൻ സാറിന് അദ്ദേഹത്തിന് ഒരു സ്നേഹോപകാരം കൂടി നമ്മുടെ ഈ അവസരത്തെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വ്യക്തിപരമായി തന്നെ നമ്മളെ
ഈ പുരോഗതിയൊക്കെ അറിയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ നന്ദി അറിയിക്കുകയാണ് പയ്യോളി നഗരസഭയ്ക്ക് വേണ്ടി. അതുപോലെ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം വളരെ നല്ല രീതിയിൽ നമ്മുടെ പിന്തുണയ്ക്കുന്ന പയ്യോളി നഗരസഭയുടെ നേരത്തെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ സമയത്തും അതുപോലെ തന്നെ ഇപ്പോൾ ചെയർമാനായ സമയത്തും വളരെയേറെ നമ്മളൊക്കെ പിന്തുണ തരുന്ന നഗരസഭയുടെ ചെയർമാൻ VK അബ്ദുറഹ്മാൻ അവരെ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ മാലിന്യമുക്ത നവീകരണത്തിൻ്റെ പ്രവർത്തനങ്ങൾ 2ാം ഘട്ടവും 1ാം ഘട്ടമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM ഹരിദാസ് അവர்களാണ്. അദ്ദേഹത്തെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ പത്മശ്രീ പള്ളിവളപ്പിൽ അവർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായിട്ടുള്ള അഷ്റഫ് കോട്ടക്കൽ, മഹിജ എലോടി, ഷിജിമിന അസനാർ, ഇവരെയൊക്കെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മളിന്ന് ഈ പരിപാടിക്ക് വേണ്ടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുള്ള ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ മടക്കൽ നാണു മാസ്റ്റർ അവർ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ചെയർമാൻ ഈ ഒരു പരിപാടികൾക്കൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മളെ സഹായിച്ചിട്ടുള്ള പയ്യോളി നഗരസഭയുടെ നേരത്തെയുള്ള ചെയർമാൻ വടക്കേ ഷഫീഖ് അവർക്ക് നന്ദി അറിയിക്കുന്നു. അതുപോലെ നഗരസഭ കൗൺസിലറായിട്ടുള്ള KT വിനോദ് അവർക്ക് നന്ദി അറിയിക്കുന്നു. നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾക്ക് വളരെയേറെ പിന്തുണ നൽകുന്ന 20ാം ഡിവിഷൻ കൗൺസിലർ ചന്തു മാസ്റ്ററെ നന്ദി അറിയിക്കുന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള AP റസാഖ് അവർക്ക് നന്ദി അറിയിക്കുന്നു. ചെറിയാവി സുരേഷ് ബാബു അവർക്ക് നന്ദി അറിയിക്കുന്നു. റസിയ ഫൈസൽ അവർ, നിഷ ഗിരീഷ്, CDSലെ ചെയർപേഴ്സൺ രമ്യ PD, ഹരിത കർമ്മസേനയുടെ സെക്രട്ടറി ബിന്ദു KC, വ്യാപാരി വ്യവസായികളുടെ ഏകോപന സമിതി പ്രസിഡന്റ് ഷമീർ KM, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായിട്ടുള്ള MP അബ്ദുറഹ്മാൻ അവർ, AP കുഞ്ഞബ്ദുള്ള, ഉജേഷ് ശാസ്ത്രി അവർ, ഗിരീഷ് കുമാർ, അനിൽകുമാർ എന്നിവരൊക്കെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ നഗരസഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും പദ്ധതികളൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിനൊക്കെ ഒരു പിന്തുണ നൽകുന്ന ഒരു നേതൃത്വം, അതാണ് നഗരസഭാ സെക്രട്ടറി. എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ പിന്നിൽ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു ഊർജ്ജം തരുന്ന നമ്മുടെ സെക്രട്ടറി ഈ എല്ലാ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾക്കും നമ്മൾ പറയാതെ തന്നെ അത് കണ്ടറിഞ്ഞുകൊണ്ട് അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ സഹായിച്ചു തരുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നമുക്ക് പിന്തുണ നൽകുന്ന നഗരസഭയുടെ സെക്രട്ടറി ജില അവരെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നന്ദി അറിയിക്കേണ്ട വലിയൊരു വിഭാഗം നഗരസഭയിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഹരിത കർമ്മസേന. അത് പറയാനൊരു കാരണം കൂടിയുണ്ട്. ഇന്ന് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് കുറച്ച് കാലമായി റെസ്റ്റിലാണ്. പ്ലാസ്റ്റർ ഇട്ടിട്ടാണ് ഒരു ഹരിത കർമ്മസേന ഇവിടെ എത്തിയിട്ടുള്ളത്. ശ്രീമതി രമീല, അത് അത്ര ഇതിനോടുള്ള പ്രാധാന്യമാണ്, അതിൻ്റെ കമ്മിറ്റ്മെൻ്റാണ് അതിൽ കാണിക്കുന്നത്. പിന്നെ തൊഴിലുറപ്പിൻ്റെ തൊഴിലാളികളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. നല്ല രീതിയിൽ ഏത് ദിവസവും തൊഴിലെടുക്കാൻ ഏത് സമയത്തും അത് വരുന്നുണ്ട്. പിന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾ പറഞ്ഞിരുന്നു. പിന്നെ കുടുംബശ്രീ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും കുടുംബശ്രീയുടെ വളരെ ഏറെ സപ്പോർട്ട് നമുക്കുണ്ട്. എന്ത് കാര്യം പറഞ്ഞാലും അത് ആ രീതിയിൽ അക്ഷരപ്രതി അനുസരിക്കാനും ആ കുടുംബശ്രീയുടെ പ്രവർത്തകന്മാരെല്ലാം നന്ദിയായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം ആശാവർക്കന്മാർ നമ്മുടെ വീടുകളൊക്കെ കയറിയാൽ ഈ കാര്യങ്ങളൊക്കെ നോക്കുകയും അതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന എല്ലാ ആശാവർക്കന്മാരും നന്ദിയായിരിക്കുന്നു. പിന്നെ എന്നെ ഇവിടെ എത്തിയിട്ടില്ല എല്ലാ മേഖലയിലുണ്ട്. രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളുണ്ട്. പിന്നെ എല്ലാ കൗൺസിലേഴ്സ് എല്ലാ കൗൺസിലേഴ്സും ഇതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ കൊടുക്കുന്ന കൗൺസിലേഴ്സും നന്ദിയായിരിക്കുന്നു. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ വിഭാഗമുണ്ട്. എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ മേഖലകളിലുള്ള പയ്യോളിയുടെ പൊതുസമൂഹത്തിൻ്റെ ഓരോ സന്നദ്ധ സംഘടനകളായിക്കോട്ടെ മറ്റു കാര്യങ്ങളും എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ പിന്തുണയും ഉണ്ടാവുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. കേട്ടുകഴിഞ്ഞ പ്ലാസ്റ്റിക്
കെട്ടുകഴിഞ്ഞ പ്ലാസ്റ്റിക്കുകളും വേസ്റ്റായുള്ള വെറും കടലാസും വേണ്ടതുപോലെ അടക്കം ചെയ്തു ഈ വേദിയിലേക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നും അങ്ങനെയല്ല എല്ലാം അങ്ങനെയല്ല
സാധ്യമതാകിയ
കൈകോർക്കേണം